ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 34-ാം വാക്യം. പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണ്. ദൈവത്തെ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെയും ദൈവത്തിന്റെ പദ്ധതികളെയും ചേർത്തിണക്കി പറയുന്ന ഉപദേശങ്ങളിൽ പെട്ടതാണിത്. എന്നാൽ വിശ്വായിലൂടെ ദൈവത്തെ പരിപൂർണമായി വെളിപ്പെടുത്തി തന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവം ആരെയും വേദനിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അവരെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. ഇവിടെ നാം കാണുന്നൊരു കാര്യം, വിനീതരുടെ മേൽ അവിടുന്ന് കാരുണ്യം പൊഴിക്കുന്നു. ഹൃദയം കൊണ്ട് അനുതപിക്കുന്ന ആളുകളുടെ മേൽ അവിടുന്ന് കാരുണ്യം ചൊരിയുന്നു. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നല്ല പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ ഗുണം നല്ലതായിരിക്കുന്നത് പോലെയും തെറ്റായ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ ഫലവും തെറ്റായിരിക്കും. ഏത് പ്രവൃത്തി ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണ്. ആ പ്രവർത്തിക്കൊത്ത് നമുക്കെന്ത് സംഭവിക്കുന്നു, അതിന്റെ ശരിയോ തെറ്റോ ആയ ഗുണം ലഭിക്കുന്നു. എന്നാൽ ഹൃദയപൂർവ്വം അനുതപിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുകയും അവരുടെ മേൽ തന്റെ കാരുണ്യം ചൊരിയുന്നു എന്നുള്ളത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദാനമാണ്. അത് നമ്മുടെ പ്രവൃത്തിയെ അതിശയിക്കുന്ന ഒന്നുകൂടിയാണ്.